ഉപയോഗശൂന്യമായ സ്കൂൾ ബാഗുകളും ചെരുപ്പുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ആമയുടെ ശില്പമുണ്ട് ഇടുക്കിയിൽ. നെടുങ്കണ്ടം പുഷ്പകണ്ഠം ഗവൺമെന്റ് LP സ്കൂളിലാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹര ശില്പം ഒരുക്കിയിരിക്കുന്നത്. ചരിത്രാതീത കാലത്തിന്റെ ഓർമ്മകൾ നൽകുന്ന നന്നങ്ങാടി ഉൾപ്പെടെ നിരവധി നിർമ്മിതികൾ ഒരുക്കിയിരിക്കുന്ന പുഷ്പകണ്ഠം ഗവൺമെന്റ് സ്കൂളിന്റെ വിശേഷങ്ങളിലേക്ക്. 400 സ്കൂൾ ബാഗുകളും 2000 ചെരുപ്പുകളും ഉപയോഗിച്ചാണ് സ്കൂൾ മുറ്റത്ത് ആമശില്പമൊരുക്കിയത്. കുട്ടികളുടെ വീടുകളിൽ നിന്നാണ് ഉപയോഗശൂന്യമായ ബാഗുകളും ചെരുപ്പുകളും ശേഖരിച്ചത്. തികയാതെ വന്നവ നെടുങ്കണ്ടം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നും ശേഖരിച്ചു. തെർമോക്കോളും പെട്രോളും സംയോജിപ്പിച്ചു തയ്യാറാക്കിയ പ്രത്യേക മിശ്രിതം ഉപയോഗിച്ചാണ് ഇവ കൂട്ടിയോജിപ്പിച്ചത്. SSK സ്റ്റാർസ് പദ്ധതി പ്രകാരം പുഷ്പകണ്ഠം ഗവൺമെന്റ് സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് വർണ്ണക്കൂടാരം. 30 തീമുകളെ അടിസ്ഥാനമാക്കി 13 ഇടങ്ങളിലായി അകത്തും പുറത്തുമായി ഇത് സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിലൂടെ കുട്ടികൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും പഠന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് സഹായിക്കുന്നു. എടുത്തു പറയത്തക്ക മറ്റൊരു സവിശേഷത, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ സ്വീകരിച്ച പഴയ ബാഗുകളും ചെരുപ്പുകളും ഉപയോഗിച്ചിരിക്കുന്ന ആമയുടെ ശില്പമാണ്. അതോടൊപ്പം തന്നെ പഴയകാല ഓർമ്മയിലേക്ക് മടങ്ങിപ്പോകുന്നതിനായി സജ്ജീകരിച്ചിരിക്കുന്ന മൺവീടും നന്നങ്ങാടിയുമെല്ലാം ഏറെ ആകർഷണീയമാണ്. കുട്ടികളുടെ പഠനാന്തരീക്ഷം മികച്ചതാക്കുന്നതിനായി സ്റ്റാർസ് പദ്ധതി പ്രകാരം നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ചരിത്രാതീത കാലത്തിന്റെ നിരവധി ശേഷിപ്പുകൾ ലഭിച്ചിട്ടുള്ള പ്രദേശമാണ് പുഷ്പകണ്ഠവും സമീപ മേഖലയായ അണക്കരമെട്ടും. ഇത്തരം അറിവുകൾ കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനായി നന്നങ്ങാടിയുടെ മാതൃകയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇടുക്കിയുടെ കുടിയേറ്റകാല ഓർമ്മകളുടെ പ്രതീകമായ മൺവീടും ട്രാഫിക് നിയമങ്ങൾ മനസ്സിലാക്കുന്നതിനായി റോഡും ട്രാഫിക് സിഗ്നലുകളുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളും ഊഞ്ഞാലുമൊക്കെയായി കൊച്ചു കുട്ടികൾ ഇവിടെ പഠനം ആഘോഷമാക്കുകയാണ്.